നമസ്കാരം. ഷാബാസ് ഷെരീഫ് വധക്കേസ് 3 പേർ കുറ്റക്കാരെന്ന് കോടതി. പ്രധാന വാർത്തകൾ. പാരമ്പര്യ വൈദ്യൻ മൈസൂരു സ്വദേശി ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസ് 3 പേർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികൾ ബത്തേരി സ്വദേശികൾ ഉൾപ്പെടെയുള്ളവർ. കേസിൽ ഒന്നാം പ്രതി ഷൈബിന്റെ ഭാര്യ ഫസ്ന ഉൾപ്പെടെയുള്ള 13 പ്രതികളെ വിട്ടയച്ചു. രാഹുൽ ഗാന്ധി എം പി ഏറ്റവും വലിയ അർബൻ നക്സൽ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇന്ത്യയിൽ ജനാധിപത്യമില്ലെന്നുൾപ്പെടെ മതതീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും നടത്തുന്ന കള്ളപ്രചരണങ്ങൾ രാഹുൽ ഗാന്ധിയും ഏറ്റുപിടിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രനും പ്രശാന്ത് മലവയലിനും ജാമ്യം. മാനന്തവാടി ജെസിയിൽ വീട്ടിൽ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുടമസ്ഥൻ അറസ്റ്റിൽ. ഇയാൾ മുൻപും സമാന കേസിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ്. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന് നാളെ കൊടിയേറും. കൊടിയേറ്റ് ഉത്സവം തുടങ്ങിയ 7ാം നാൾ. കൊടിയേറുന്നതോടെ ഉത്സവം പ്രധാന ദിനത്തിലേക്ക് കടക്കും. വാർത്തകൾ വിശദമായി. പാരമ്പര്യ വൈദ്യൻ മൈസൂർ സ്വദേശി ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് കോടതി. ഒന്നാം പ്രതി നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതി ഷൈബിന്റെ മാനേജർ സുൽത്താൻ ബത്തേരി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിലമ്പൂർ മുക്കട്ട നടുതൊടിക നിഷാദ് എന്നിവരെയാണ് മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരായി വിധിച്ചത്. കേസിലെ 13 പ്രതികളെ വിട്ടയച്ചു. വിധി നാളെ. 2019 ഓഗസ്റ്റ് 1 മൂലക്കുരു ചികിത്സയുടെ രഹസ്യം ചോർത്താൻ ഷാബാസ് ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന കേസിലാണ് 3 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചത്. 1ാം പ്രതി ഷൈബിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം, കുറ്റകരമായ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയവയാണ് പ്രധാന കുറ്റങ്ങൾ. ഷിഹാബുദ്ദീനും നിഷാദിനുമെതിരെ തട്ടിക്കൊണ്ടുപോകൽ, തടങ്കലിൽ പാർപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നിവയും തെളിഞ്ഞു. കേസിൽ 7ാം പ്രതി നൌഷാദിനെ മാപ്പുസാക്ഷിയാക്കി. ഒരു പ്രതി ഒളിവിലിരിക്കെ മരിച്ചു. മറ്റൊരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ 13 പ്രതികളെ കോടതി വിട്ടയച്ചു. ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയ മുക്കട്ടയിലെ ഷൈബിന്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും 2020 ഒക്ടോബർ 8 കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. 2023 ഫെബ്രുവരി മുതലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. കേസിൽ നാളെ വിധി പ്രസ്താവിക്കും. മലനാട് ന്യൂസ്, ബത്തേരി. രാഹുൽ ഗാന്ധി എം പി ഏറ്റവും വലിയ അർബൻ നക്സലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇന്ത്യയിൽ ജനാധിപത്യമില്ല, സുതാര്യമായ തെരഞ്ഞെടുപ്പില്ല, മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. ഇത്തരത്തിലുള്ള മതതീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും നടത്തുന്ന കള്ളപ്രചരണങ്ങൾ രാഹുൽ ഗാന്ധിയും ഏറ്റുപിടിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണ് ശശി തരൂർ പറഞ്ഞതെന്നും സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരിയിൽ പറഞ്ഞു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇന്ത്യാവിരുദ്ധ ശക്തികളുടെയും അർബൻ നക്സലുകളുടെയും കൈപ്പിടിയിൽ ഒതുങ്ങി. രാഹുൽ ഗാന്ധി ഏറ്റവും വലിയൊരു അർബൻ നക്സലാണ്, ഏറ്റവും വലിയ ഇന്ത്യാവിരുദ്ധനാണ്, ആന്റി ഇന്ത്യൻ ആണ് രാഹുൽ ഗാന്ധി. അത് ഇന്ത്യക്കെതിരാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യമില്ല, ഇന്ത്യയിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പില്ല, ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. ഈ മാതിരി കള്ളപ്രചരണങ്ങൾ മതതീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും നടത്തുന്ന പ്രചാരണം രാഹുൽ ഗാന്ധി ഏറ്റുപിടിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ ആന്റി ഇന്ത്യൻ, ഏറ്റവും വലിയ അർബൻ നക്സൽ. ആ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണ് ശശി തരൂർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ സ്വാഗതം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CK ജാനുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം നൽകിയെന്ന കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലിനും ജാമ്യം. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസ് CPM-ഉം മുസ്ലിം ലീഗും കെട്ടിച്ചമച്ചതെന്നും നിയമപരമായി നേരിടുമെന്നും കെ സുരേന്ദ്രൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന അധ്യക്ഷ CK ജാനുവിന് മത്സരിക്കാൻ പണം നൽകി എന്ന കേസിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലിനും ജാമ്യം ലഭിച്ചത്. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CPM-ഉം മുസ്ലിം ലീഗും കെട്ടിച്ചമച്ച കേസാണിതെന്നും നിയമപരമായി കേസിനെ നേരിടുമെന്നും ജാമ്യം ലഭിച്ച ശേഷം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന്, സർക്കാർ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് ഒരു വ്യാജ കേസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഒരു തരത്തിലും നിലനിൽക്കുന്ന ഒരു കേസല്ല. ഈ കേസിൽ തന്നെ 2 പ്രാവശ്യം
കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കോടതി അത് തള്ളിയതാണ്. 2 തവണ കോടതി കുറ്റപത്രം മടക്കിയ ഒരു കേസാണ്. ഒരു സബ്സ്റ്റൻസും ഇല്ലാത്ത കേസാണ്. വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. മുസ്ലിം ലീഗും CPM-ഉം ചേർന്ന് ഗൂഢാലോചന നടത്തി എനിക്കെതിരെ എടുത്തിട്ടുള്ള ഒരു കേസാണ്, ഞങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. NDA ഘടകകക്ഷിയായ ബത്തേരി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ 35 ലക്ഷം രൂപ നൽകിയെന്ന MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. സർക്കാരിനായി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടിയും പ്രതികൾക്കായി അഡ്വക്കേറ്റ് PC ഗോപിനാഥും കോടതിയിൽ ഹാജരായി. മലനാട് ന്യൂസ്, ബത്തേരി. മാനന്തവാടി JCയിൽ വീട്ടിൽ സൂക്ഷിച്ച 9 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുടമസ്ഥനും കച്ചവടക്കാരനുമായ JC പുത്തൻപുരയിൽ KM ഹംസയെ അറസ്റ്റ് ചെയ്തു. എരുമത്തെരുവിലുള്ള ഇയാളുടെ കടയിലൂടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ഹാൻഡ്സും മറ്റും വിറ്റുവരുന്നതായ വിവരത്തെ തുടർന്ന് പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് മാനന്തവാടി SI MC പവനനും സംഘവും നടത്തിയ പരിശോധനയിലാണ് 9 ചാക്കുകളിലായി സൂക്ഷിച്ച ഹാൻഡ്സ്, കൂൾ ലിപ്പ് തുടങ്ങിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഹംസ മുമ്പും സമാന കേസുകളിൽ പ്രതിയായിരുന്നു. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന് നാളെ കൊടിയേറും. ഉത്സവം തുടങ്ങി 7ാം ദിവസം ആദിവാസി ഗോത്രമൂപ്പന്മാരാണ് കൊടിയേറ്റം നടത്തുക. കൊടിയേറുന്നതോടെ ഉത്സവം പ്രധാന ദിവസങ്ങളിലേക്ക് കടക്കും. ആറാട്ട് മഹോത്സവത്തിൽ ഗോത്രവിഭാഗങ്ങളുടെ പങ്കും സാന്നിധ്യവും ശ്രദ്ധേയമാക്കുന്ന ഘടകങ്ങളിലൊന്നാണ് കൊടിയേറ്റ് ചടങ്ങ്. ഗോത്രവിഭാഗങ്ങൾ കൊണ്ടുവരുന്ന നീളമുള്ള മുളന്തണ്ടിലാണ് ഉത്സവത്തിന്റെ കൊടിയേറ്റം. കൊടിയേറ്റം നടക്കുന്നതോടെയാണ് ഉത്സവം പ്രധാന ദിവസങ്ങളിലേക്ക് കടക്കുക. ഉത്സവൽകൃത വിഭാഗത്തിന്റെ ഒരു വലിയ ജനവിഭാഗമായിട്ടുള്ള പണിയ സമുദായത്തിന്റെ അവകാശമാണ് വള്ളിയൂർക്കാവിൽ കൊടിയേർത്ത് നടത്തുക എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിന്റെ ക്ഷേത്രത്തിൽ ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ഒരു ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ് കർമ്മം നടത്തുന്നുണ്ട് എങ്കിൽ അത് വള്ളിയൂർക്കാവിലായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. താഴേക്കാവ് പരിസരത്ത് നിന്നും 50 മീറ്ററോളം മാറി വോമോത്ത് നമ്പ്യാരുടെ തറയിലും എടച്ചന നായരുടെ തറയിലും ഉൾപ്പെടെ 3 കൊടികളാണ് ഉയരുക. കൊടിയേറ്റിന് ആദിവാസി മൂപ്പൻ K രാഘവൻ നേതൃത്വം നൽകും. ഇത്തരത്തിലൊരു ആചാരം നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. കൊടിയേറ്റത്തോടെ ഉത്സവത്തിന്റെ പ്രധാന ദിനങ്ങൾക്ക് കൂടിയാണ് തുടക്കമാകുന്നത്. നിരവധി ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിനൊപ്പം കച്ചവടക്കാരും വഴിവാണിഭക്കാരും താഴേക്കാവിലെ പാടത്ത് സ്ഥാനം പിടിക്കും. താഴേക്കാവ്, മേലേക്കാവ് പരിസരങ്ങൾ തിരക്കിലമരും. ഉത്സവം കഴിഞ്ഞ് 7ാം ദിനമാണ് കൊടിയിറക്കം നടക്കുക. മലനാട് ന്യൂസ്, മാനന്തവാടി. വാർത്തയിലേക്ക്. വയനാട് പുനരധിവാസം എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തെ പഴി പറഞ്ഞ് രക്ഷപ്പെടാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും എന്നാൽ രക്ഷപ്പെടില്ലെന്നും സുരേന്ദ്രൻ. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് ഒരു താൽപര്യവുമില്ല. ദുരന്തത്തിൽ നിന്ന് എങ്ങനെ തട്ടിപ്പ് നടത്താമെന്നാണ് പിണറായി വിജയൻ സർക്കാർ പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സുൽത്താൻ ബത്തേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു K സുരേന്ദ്രൻ. എന്ത് നീതിയാണ് ഇവർ നടപ്പാക്കുന്നത്? സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് വയനാട് പുനരധിവാസം. ഇത്രയും ദിവസം കേന്ദ്രത്തിലെ പഴി പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ അവർ രക്ഷപ്പെടില്ല. വളരെ വ്യക്തമാണ്, ഈ സർക്കാരിന് എല്ലാ ദുരന്തബാധിതരെയും പുനരധിവസിപ്പിക്കാനുള്ള ഒരു താല്പര്യവുമില്ല. ഈ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ പരിശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. ആശാവർക്കർമാർ നടത്തുന്ന സമരം പരിഹരിക്കുന്നതിനു പകരം സർക്കാർ അവരെ ആക്ഷേപിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഈ മാസം 27, 28 തീയതികളിൽ തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തുമെന്നും ഇനിയും സമരക്കാരെ അടിച്ചമർത്താനും അധിക്ഷേപിക്കാനുമാണ് തീരുമാനമെങ്കിൽ അതിരൂക്ഷമായ സമരവുമായി രംഗത്ത് വരുമെന്നും അദ്ദേഹം സുൽത്താൻ ബത്തേരിയിൽ പറഞ്ഞു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ്, പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരം, 40 ദിവസമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സ്ത്രീകൾ അനിശ്ചിതകാല സമരം നടത്തി. ഇന്നു മുതൽ അവർ നിരാഹാര സമരത്തിലാണ്. സമരം പരിഹരിക്കാൻ, ആ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, സമരക്കാരെ ആക്ഷേപിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ 27, 28 തീയതികളിൽ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം
രാപ്പകൽ സമരം ഞങ്ങളുടെ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ആയിരക്കണക്കിന് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാപ്പകൽ സമരം ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇനിയും സമരക്കാരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും അവരെ അടിച്ചൊതുക്കാനുമാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ഇവിടെ ഉണ്ടാവുക തന്നെ. പാടിച്ചിറയിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം പ്രദേശവാസികൾ ഇടപെട്ട് നിർത്തിവെപ്പിച്ചു. അനിയന്ത്രിതമായി പാറ പൊട്ടിക്കുന്നതായും സമയക്രമം പാലിക്കാതെ ക്വാറി പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചാണ് നാട്ടുകാർ ക്വാറിയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചത്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും സമരസമിതി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. പാടിച്ചിറയിലെ ക്വാറി പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. സമീപത്തെ വീടുകൾക്കെല്ലാം വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ക്വാറിയുടെ പ്രവർത്തനമെന്ന് സമീപവാസികൾ ആരോപിക്കുന്നു. ഇവിടുത്തെ ക്വാറി മാനേജർ പോലീസിനെ ബന്ധപ്പെടുകയും ഞങ്ങൾ മെമ്പറെ ബന്ധപ്പെടുകയും അവർ CI ഇവിടെ വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്വാറി ലൈസൻസ് പ്രകാരമുള്ള ആളല്ല ഇവിടെ ക്വാറി പൊട്ടിച്ചതെന്നുള്ള രേഖാമൂലം സിഐക്ക് മനസ്സിലാകും. ആളെ ഞങ്ങൾ സിഐക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പാറ പൊട്ടിക്കുന്നയാൾക്ക് ലൈസൻസ് ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു. ക്വാറി പ്രവർത്തനം ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും ഇതിനെ തടയിടാൻ അധികൃതർ ഇടപെടണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനെതിരെ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മലനാട് ന്യൂസ്, പുൽപ്പള്ളി. പാടിച്ചിറയിലെ കരിങ്കൽ ക്വാറി പ്രവർത്തനങ്ങൾ ജനങ്ങളെ ദുരിതത്തിലാക്കിയതായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനങ്ങൾ യഥാവിധിയല്ല നടക്കുന്നതെന്നും നാട്ടുകാർ. ജനശബ്ദത്തിൽ നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. നമ്മൾ പഞ്ചായത്ത് തലത്തിലല്ല ലൈസൻസ് കൊടുക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ നമുക്കൊരു അനുമതി, നമ്മൾ പേപ്പറുകളെല്ലാം ഇവരെ എല്ലാ ക്വാറികൾക്കാരും എല്ലാ പേപ്പറുകളും 12ഓളം പേപ്പറുകൾ ശരിയാക്കി പഞ്ചായത്തിൽ എത്തുന്നുണ്ട്. അന്നേരം പഞ്ചായത്തിന് അനുമതി കൊടുത്തു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ കുറവുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് ഇവിടെ വന്ന് തടയുകയും ചെയ്തപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ഒരു ഫയർമാനല്ല ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് പൊട്ടിക്കുന്നത് അറിഞ്ഞ് അദ്ദേഹത്തെ CI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കുഴക്കണ്ടിലൊക്കെ വെള്ളങ്ങൾ കുറയുന്നു. അരമണിക്കൂർ കിട്ടിക്കൊണ്ട് വെള്ളം 10 മിനിറ്റ് പോലും കിട്ടാതായി. 6-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഈ കോറ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഇത് കാലാകാലമായിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ നിരന്തരം ഇവരെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഇങ്ങനെ അനധികൃതകരമായിട്ട് പൊട്ടിക്കാൻ പാടില്ല എന്ന് നിരന്തരം പറയുകയും അവരത് ചെവിക്കൊള്ളാൻ കേൾക്കുന്ന ഭാഗം പോലും ഇവർ ചെവിക്കൊണ്ടിട്ടില്ല. എൻ്റെ വീടിൻ്റെ വിള്ളൽ സംഭവിച്ചു. എൻ്റെ വീട് മൊത്തം പൊളിഞ്ഞു പോയി. ഞങ്ങളെ കൊണ്ട് ഇനി ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു കാറ്റടിച്ചാൽ വീടെല്ലാം കൊണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞോണ്ട് ഇന്നത്തെ സ്ഫോടനത്തിൽ തന്നെ അടുക്കളയുടെ ഭാഗം ഒരു വശം മുഴുവൻ ഇങ്ങനെ വിണ്ടിരിക്കുകയാണ്. മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ 3 ക്വാറികൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു ക്വാറി ഓൾറെഡി സ്റ്റോപ്പായി. ഇപ്പോൾ 2 ക്വാറി ഉണ്ട്. അതിൽ ഒരു ക്വാറി പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു സംസാരിച്ചു, മാനേജറും എല്ലാവരുമായിട്ട്. പക്ഷേ അവരങ്ങോട്ട് നീങ്ങുന്നില്ല. കാലപ്പഴക്കത്താൽ ഉപയോഗശൂന്യമായ സർക്കാർ വാഹനങ്ങൾ നശിക്കുന്നു. സംസ്ഥാനത്ത് സ്ക്രാപ്പ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് വാഹനങ്ങൾ സർക്കാർ ഓഫീസ് പരിസരങ്ങളിൽ കിടന്ന് നശിക്കാൻ കാരണം. അതേസമയം ഉപയോഗശൂന്യമായ വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ അനുവദിക്കാത്തത് അതാത് വകുപ്പ് പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമമനുസരിച്ച് 15 വർഷം കാലപ്പഴക്കമായ വാഹനങ്ങൾ സർക്കാർ സംവിധാനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതോടെയാണ് സർക്കാർ ഓഫീസുകൾക്ക് സമീപം പഴയ വാഹനങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയത്. ജില്ലയിൽ മാത്രം 45ഓളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകൾക്ക് സമീപം കിടന്ന് നശിക്കുന്നത്. ഒരു ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ പലയിടങ്ങളിൽ ഇങ്ങനെ തുരുമ്പെടുത്ത് നശിച്ചു. അതത് സമയത്ത് 15 വർഷം കഴിയുമ്പോൾ തന്നെ അത് സ്ക്രാപ്പ് ചെയ്ത് കണ്ടം ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വിലയും ഇങ്ങനെ തുരുമ്പെടുത്ത് നശിച്ച് 10, 25, 30 വർഷം കഴിഞ്ഞിട്ട് അത് നമ്മൾ ലേലം ചെയ്യുമ്പോൾ കിട്ടുന്ന വിലയും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ തന്നെ ഏതാണ്ട് കോടികളുടെ നഷ്ടമാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. സംസ്ഥാനത്ത് ഇത് 800ഓളമാണ്. വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ ഇതുവരെ സംസ്ഥാനത്ത് സംവിധാനമാകാത്തതാണ് വാഹനങ്ങൾ ഇത്തരത്തിൽ കിടന്നു നശിക്കാൻ കാരണമാകുന്നത്. ഇതുവഴി കോടികളുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടാവുന്നത്. ഇതിനു പുറമെ പഴയ വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങളും അനുവദിക്കുന്നില്ല. ഇതോടെ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനവും തടസ്സപ്പെടുന്നുണ്ട്. ഈ വാഹനങ്ങൾ ഓടിച്ചിരുന്ന ജീവനക്കാർക്കും നിലവിൽ ഓഫീസിൽ വന്ന് മറ്റെന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥ കൂടിയാണുള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാർ ഈ വിഷയം ഗൗരവപൂർണ്ണമായി എടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പകർന്ന് കുപ്പാടി യുവരശ്മി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത നോമ്പുതുറ മതസൗഹാർദ്ദത്തിന്റെ മാതൃക കൂടിയായി മാറി.
വ്രതശുദ്ധി സമ്മാനിക്കുന്ന മാനവികതയുടെ മഹാസംഗമമൊരുക്കി കുപ്പാടി യുവരശ്മി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് സമൂഹ ഇഫ്താർ വിരുന്നൊരുക്കിയത്. മഗ്രിബ് ബാങ്ക് വിളി പള്ളിയിൽ നിന്നുയർന്നപ്പോൾ ഒന്നിച്ചിരുന്ന് നോമ്പ് തുറന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ പങ്കെടുത്ത നോമ്പുതുറ മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട മാതൃക കൂടിയായി. കുപ്പാടി യുവരശ്മി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇഫ്താർ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, കുപ്പാടിയെ സംബന്ധിച്ച് പറയുമ്പോൾ യുവരശ്മി ലൈബ്രറി ഓണാഘോഷമാണെങ്കിലും അതുപോലെ ക്രിസ്മസ് ആണെങ്കിലും ഇഫ്താർ സംഗമമാണെങ്കിലും എല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നാനാമതസ്ഥർ എല്ലാ കാര്യങ്ങളും സഹകരിച്ച്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ്. അതാണ് ഇന്നത്തെ പരിപാടിയുടെ വിജയത്തിന് കാരണം. ലൈബ്രറി അങ്കണത്തിൽ ഒരുക്കിയ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ക്ലബ് പ്രസിഡന്റ് PJ ഗിരീഷ് കുമാർ, സെക്രട്ടറി RS പ്രവീൺ, EK അലവി, ഇസി നൌഫൽ, ഷഫ്ന നൌഫൽ, മാതൃസമിതി ബാലവേദി അംഗങ്ങൾ, മറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലനാട് ന്യൂസ്, ബത്തേരി. കുപ്പാടി യുവരശ്മി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കിയ ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ പങ്കെടുത്ത നോമ്പുതുറ മതസൗഹാർദ്ദത്തിന്റെ മാതൃക കൂടിയായി മാറി. പ്രതികരണങ്ങളിലേക്ക്. വയനാട്ടിലെ ഏറ്റവും നല്ല സംഘാടനം അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതാണ് യുവരശ്മി വായനശാല എന്നുള്ളത്. വർഷങ്ങളായിട്ട് വായനശാലയുടെ നേതൃത്വത്തിൽ തന്നെ ഓണാഘോഷ പരിപാടികളുടെ ആരംഭത്തിൽ മുതൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരു ഇഫ്താർ വിരുന്നു കൂടി സംഘടിപ്പിക്കുന്ന നിലയ്ക്ക് ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു വരികയാണ്. നമ്മുടെ കുപ്പാടി യുവരശ്മിയിൽ ഇന്ന് ഇഫ്താർ വിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ നല്ല രീതിയിലാണ് ഇഫ്താർ വിരുന്ന് നടത്തിയത്. നാലാം മതസ്ഥരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ നോമ്പ് തുറ അതുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഇഫ്താർ വിരുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കുന്ന സംവിധാനത്തിലാണെങ്കിലും മറ്റ് ആർട്സ് ആണെങ്കിലും എല്ലാത്തിലും തന്നെ ഇവിടുത്തെ ഓണാഘോഷ പരിപാടി എടുത്തു പറയേണ്ടതാണ്. അത് അത്തരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക പരിപാടികളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കുപ്പാടി യുവരശ്മി ക്ലബ്ബ്. എന്തൊരു പരിപാടി ഇവിടെ നടത്തുകയാണെങ്കിലും ഓണാഘോഷമാണെങ്കിലും അതുപോലെ ഇന്നിപ്പോൾ നടത്തിയ ഈ ഇഫ്താർ പരിപാടി വളരെയേറെ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഇവിടെ ഒന്നിച്ച് ഒന്നിക്കണം എന്നുള്ള ഒരു മനസ്സോടു കൂടിയാണ് ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത്. കുപ്പാടി യുവരശ്മി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ വർഷം ഇഫ്താർ മീറ്റ് നടത്തുകയാണ്. നമുക്കറിയാം, വ്രതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ഇഫ്താർ മീറ്റ് എന്നുള്ളത് സാധാരണക്കാരന്റെ വിശപ്പറിയാൻ, വെറും ഒരു നോമ്പ് എന്നുള്ളത് മാത്രമല്ല, സാധാരണക്കാരന്റെ വിശപ്പറിയാനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു വ്രതം എന്നുള്ളത്. മതസൗഹാർദ്ദത്തിന് ഒട്ടും പ്രസക്തിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഈ ക്ലബ്ബ് ഈ നാട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് ഒരു ഇഫ്താർ വിരുന്നാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 430, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 268, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 690, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 680, നേന്ത്രക്കായ കിലോയ്ക്ക് 50, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3100, റബ്ബർ കിലോയ്ക്ക് 181, സ്വർണ്ണം പവന് 66,480, വെള്ളിഗ്രാമിന് 98 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാരമ്പര്യ വൈദ്യൻ മൈസൂർ സ്വദേശി ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസ് 3 പേർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികൾ ബത്തേരി സ്വദേശികൾ ഉൾപ്പെടെയുള്ളവർ. കേസിൽ ഒന്നാം പ്രതി ഷൈബിന്റെ ഭാര്യ ഫസ്ന ഉൾപ്പെടെയുള്ള 13 പ്രതികളെ വിട്ടയച്ചു. രാഹുൽ ഗാന്ധി MP ഏറ്റവും വലിയ അർബൻ നക്സൽ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇന്ത്യയിൽ ജനാധിപത്യമില്ലെന്നുൾപ്പെടെ മതതീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും നടത്തുന്ന കള്ളപ്രചരണങ്ങൾ രാഹുൽ ഗാന്ധിയും ഏറ്റുപിടിക്കുകയാണെന്നും K. സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ K. സുരേന്ദ്രനും പ്രശാന്ത് മലവയലിനും ജാമ്യം. മാനന്തവാടി ജെസിയിൽ വീട്ടിൽ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുടമസ്ഥൻ അറസ്റ്റിൽ. ഇയാൾ മുൻപും സമാന കേസിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ്. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന് നാളെ കൊടിയേറും.
കൊടിയേറ്റ് ഉത്സവം തുടങ്ങിയ 7ാം നാൾ. കൊടിയേറുന്നതോടെ ഉത്സവം പ്രധാന ദിനത്തിലേക്ക് കടക്കും. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു.